നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആയുർവേദ തൈലങ്ങളുടെ പേരിൽ ലഹരി കച്ചവടം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. താന്യം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം പയ്യന്നൂർ ആമലത്തുകുളങ്ങര ക്ഷേത്ര മൈതാനത്ത് നടത്തി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. ആയുർവേദ തൈലങ്ങളുടെ പേരിൽ ലഹരി കച്ചവടം നടത്തിയെന്ന കേസിൽ ഒരാൾ അറസ്റ്റിൽ. ഏഴാങ്കല്ല് വെസ്റ്റ് പനക്കപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പാവറട്ടി കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനാണ് പിടിയിലായത്. ഇയാൾ മുല്ലശ്ശേരിയിൽ ആയുർവേദ മരുന്ന് ഫാർമസി നടത്തുകയാണ്. പ്രതിയുടെ വീട്ടിൽ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും നടത്തിയ പരിശോധനയിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. ലിജിൻ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട് കയറി ആക്രമണം നടത്തിയ ഒരു കേസിലും ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ്. കാട്ടൂർ SNDP ക്ഷേത്രത്തിലെ കാവടി ആഘോഷത്തിനിടെ 2 പേർക്ക് കുത്തേറ്റ സംഭവത്തിൽ 2 പേർ പിടിയിൽ. എടത്തിരുത്തി ചന്ദ്രപ്പിന്നി ഈസ്റ്റ് സ്വദേശി മുരുക്കുന്തറ വീട്ടിൽ അനു, ഇയാളെ രക്ഷപ്പെടാൻ സഹായിച്ച കുറ്റത്തിന് ബന്ധുവായ കിഴ്പ്പിളിക്കര അഴിമാവ് സ്വദേശി ഒറ്റാലി വീട്ടിൽ ജിഷ്ണു എന്നിവരെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച രാത്രി 8:45 കാട്ടൂർ SNDP ക്ഷേത്രത്തിന് സമീപമുള്ള ജംഗ്ഷനിൽ സ്കൂട്ടറിൽ വരികയായിരുന്ന പ്രതികളെ തടഞ്ഞു നിർത്തിയതിലുള്ള വൈരത്തിൽ കാട്ടൂർ സ്വദേശി വടക്കുമുറി വീട്ടിൽ അമൽ, കാട്ടൂർ കുന്നത്തുപീടിക സ്വദേശി പട്ടാലി വീട്ടിൽ സൂരജ് എന്നിവരെ കത്തികൊണ്ട് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് പോലീസ് അനുവിനെ അറസ്റ്റ് ചെയ്തത്. അമലിന് വയറിലും സൂരജിന് നെഞ്ചിലുമാണ് കുത്തേറ്റത്. ഇരിങ്ങാലക്കുട DYSP സന്തോഷ്, കാട്ടൂർ പോലീസ് സ്റ്റേഷൻ SHO CS ബൈജു, SI ബാബു ജോർജ്, GASIമാരായ CG ധനേഷ്, ES ജീവൻ, GSPOമാരായ VS ശ്യാം, KV ബിബിൻ, CPO അഭിലാഷ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചെമ്മാപ്പള്ളി വടക്കുമുറി തെക്കിനേടത്ത് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, ചീവേലി എഴുന്നള്ളിപ്പ്, പ്രസാദൂട്ട്, പൊങ്കാല എന്നിവ നടന്നു. വേളുപറമ്പിൽ കേശവൻ ദേവിയുടെ തിടമ്പേറ്റി. പെരുവനം ശങ്കരനാരായണൻ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, കേളി, പറ്റ്, താലം, എഴുന്നള്ളിപ്പ്, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി വേണുശാന്തി, ക്ഷേത്രമേൽശാന്തി രാജീവ് ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് TK മനോജ്, സെക്രട്ടറി TS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് TB ബൈജു, ജോയിന്റ് സെക്രട്ടറി TR രവീന്ദ്രൻ, ട്രഷറർ TK ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി.
താന്യം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം പയ്യന്നൂർ ആമലത്തോളങ്ങര ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിദ്യാലയം ബ്രഹ്മകുമാരി കൗസല്യ ദീദി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എന്ത് പഠിച്ചു അതാണ് ചോദ്യം, എന്തായിത്തീർന്നു എന്നാണ് ചോദ്യം. എന്ത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അന്നൊന്നും 86-ലൊന്നും ഈ അറിവൊന്നും ഇവിടെ ഇല്ല. കേരളത്തിൽ എറണാകുളത്താണ് ഇതിൻ്റെ സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഏത് സെൻറ്റർ? ഈശ്വരീയ വിശ്വവിദ്യാലയം ലോകം വ്യാപകമായിട്ട് 148 രാജ്യങ്ങളായിട്ട് ഈ അറിവ് കൊടുക്കുന്നുണ്ട്. ആത്മജ്ഞാനവും രാജ്യയോഗവും. ഈ അറിവ് കൊടുക്കുന്നതിന് നിമിത്തമായിട്ടുള്ളത് ആരാണ്? ആർക്കത് നേരമുള്ളത്? അപ്പോൾ നമ്മളെല്ലാവരും ഹിന്ദുക്കളെല്ലാവരും കല്യാണം കഴിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപവിത്രമായ ബന്ധം. അപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കുടുംബം നോക്കുക, അത് അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നാണല്ലോ. അപ്പോൾ ഒന്നും അറിയാത്ത ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് ജീവിച്ചു. നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള ഞാനാണ് ഈ അറിവ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭക്തി ഉള്ളതുകൊണ്ട് തൃശ്ശൂർ ചെന്നപ്പോൾ പയ്യന്നൂരിൽ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സാറാണ്, ഒരു 22 വയസ്സായ ഒരു കുമാരനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു ഒരു അടുത്ത വീട്ടിലെ ആൾ ചെന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ വരാം ക്ലാസ് എടുക്കാൻ. അങ്ങനെ 7 ഞായറാഴ്ചകളിലായിട്ട് ഇതിൻ്റെ ക്ലാസ് നടക്കുകയാണ്. 7 മണിക്കൂർ, അല്ലാണ്ട് 7 മണിക്കൂറൊന്നുമല്ല, 2-3 മണിക്കൂറൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. വീട്ടിൽ വന്നിരിക്കല്ലേ, അച്ഛൻ ശബരിമല കെട്ട് നിറയ്ക്കാനൊക്കെ പോകും. തുലാം വൃശ്ചിക മാസം സമയമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ആസ്വദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭഗവാന്റെ പരിചയം തരികയാണ്. നമ്മളൊരു ആത്മചൈതന്യമാണെന്നും മരണമില്ലാത്ത ആത്മാവാണെന്നും നമ്മൾ ശാന്തസ്വരൂപമാണ്, നമ്മൾ ദേവതകളായിരുന്നു സത്യയുഗത്തിൽ. ചെയർമാൻ പി മാധവ് മേനോൻ അധ്യക്ഷത വഹിച്ചു. തൃപ്രയാർ ഗണ്ട് ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് അരുൺ പി പ്രഭാഷണം നടത്തി. കൺവീനർ NS സുഗതൻ, TV വത്സൻ എന്നിവർ സംസാരിച്ചു. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് തൃപ്രയാർ ശ്രീരാമ ആത്മീയ സമിതിയുടെ നാരായണീയ പാരായണവും ചെറുവത്തേരി കീഴ്തൃക്കോവിൽ ഭജൻസിന്റെ ഭജനയും ഉണ്ടായിരുന്നു. തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സംസ്ഥാന സർക്കാർ 8,80,00,000 രൂപ അനുവദിച്ചതിന്റെ ഭാഗമായി DYFI നാട്ടിക മേഖലാ കമ്മിറ്റി മധുരം വിതരണം ചെയ്തു. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ ഉദ്ഘാടനം നിർവഹിച്ചു. ജിജേജ് പുളിക്കൽ, ജിനോയ്, സിമി ജിനോയ്, നിഷ ശ്രീജിത്ത്, വിഷ്ണു നാട്ടിക, സൗമ്യ രൂപേഷ്, രജനി ബാബു, CATU ഓട്ടോ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്നും UDF അതിൽ പിന്മാറുന്നു, ബഹിഷ്കരിക്കുന്നു എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവർ പ്രസിഡന്റ് MLA വിളിച്ച് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി ഞങ്ങളോട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാര്യമെന്ന് പരിശോധിച്ചാൽ 5 പഞ്ചായത്ത് മെമ്പർമാർ നിലവിലുള്ള ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് 5 കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇപ്പോൾ പഞ്ചായത്തിന് കത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ള ലീഗിൻ്റെ ഉൾപ്പെടെ 8 പേരുള്ള പഞ്ചായത്ത് ഭരണസമിതിയിൽ 5 പേര് അതിനെതിരായിട്ട് നിലവിലുള്ള പ്രസിഡന്റ് അടക്കം തീരുമാനിച്ച് പ്രഖ്യാപിച്ച് നടപ്പാക്കിയ നമ്മുടെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനെ മാറ്റാനാണ് 5 പേര് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിലവിലുള്ള പഞ്ചായത്ത് ഭരണത്തിനെതിരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ഉൾപ്പെടെ അവരുടെ പാർട്ടി നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. മദ്യശാലകളുടെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് KCBC മദ്യവിരുദ്ധ സമിതി പഴുവൽ ഫെറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. തൃപ്രയാർ സെന്റ് ജൂഡ് ദേവാലയത്തിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ യോഗം ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഫെറോന പ്രസിഡന്റ് AP വർഗീസ് അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ അതിരൂപത മുൻ പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കോർഡിനേറ്റർ ആൻഡോ തൊറയൻ, ET സോജൻ, CB ഡേവിസ്, കീർത്തി സ്റ്റാൻലി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി സ്വാന്തന പരിചരണം ആവശ്യമായവർക്ക് എയർബെഡ്, ഭവനരഹിതർക്കും ക്യാൻസർ ബാധിതർക്കും ധനസഹായം, വലപ്പാട് ഗവൺമെന്റ് സ്കൂളിന് വാട്ടർ ടാങ്ക് എന്നിവ നൽകി.
ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തൃപ്പയാർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഏകലവ്യൻ അധ്യക്ഷനായി. സുഷമ നന്ദകുമാർ, RIM സക്കറിയ, ശങ്കരനാരായണൻ, പ്രസന്നൻ തറയിൽ, NM സുരേഷ്, ആനി ജോസഫ്, AA ആന്റണി, ബിന്ദു സുരേന്ദ്രൻ, പ്രതാപൻ കളത്തിൽ, ശ്യാം പത്തായിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അമലിൻ ആന്റണി, നവരംഗ് ചന്ദ് എന്നിവർ അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങി. It's my bounden duty to convey the message from our international leaders, who is the current international president, Lion Arvinder Pal Singh, is a proud Indian, and the past international president, Lion Fabricio Oliveira from Brazil, had a mission and vision that we need to enhance our membership up to 1.5 million. We need to reach our goal before 2027 July 1st. It's a magical figure. 15 ലക്ഷം എന്നുള്ള മാജിക്കൽ ഫിഗറിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു വലിയ മിഷൻ, ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോക നേതാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ we received a great support from the Tripura Club that the president and the team added 17 members this year. Thank you to the president for adding 17 members regarding Mission 1.5. ഈ വർഷവും കഴിഞ്ഞ വർഷവും പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് മിഷൻ 1.5 ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തി. അതിലെല്ലാം നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണുകയും ചെയ്തു. ലയൺസ് ക്ലബ്ബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയുടെയും തൃശൂർ ആര്യ ഐ കെയറിൻ്റെയും നേതൃത്വത്തിൽ വലപ്പാട് സെൻറ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും കണ്ണു പരിശോധന നടത്തി. സൈറ്റ് ഫോർ കിഡ്സ് എന്ന പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് നടത്തിയത്. പരിശോധനയ്ക്ക് ശേഷം ആവശ്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടയും തുടർ ചികിത്സയും ലഭ്യമാക്കും. സ്കൂൾ മാനേജർ ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ RIM സക്കറിയ, സോൺ പ്രസിഡന്റ് AS ജോസഫ്, TS സുജേഷ്, ട്രഷറർ സൂരജ് വേളയിൽ, ഹെഡ് മിസ്ട്രസ് ആലിസ് ടീച്ചർ, കാർത്തികേയൻ കുന്നുങ്ങൽ, EP തോമസ്, ജോഷി കോഴിപ്പറമ്പിൽ, സീമ സക്കറിയ, ഷെർലി ഷാജി എന്നിവർ സംസാരിച്ചു. ചൂലൂർ അരയമ്പറമ്പിൽ ശ്രീ കണ്ണുമുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ചീവേലി, തുടർന്ന് ഉച്ചവരെ കാവടിയാട്ടവും തിറയാട്ടവും നടന്നു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, നാദസ്വര കച്ചേരി, സഹസ്രനാമാർച്ചന, രാത്രി അത്താഴപൂജ, ഇരട്ട തായമ്പക, വടക്കുംവാതുക്കൽ, ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി ദിനേശ് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് AP സദാനന്ദൻ, സെക്രട്ടറി പ്രദീപ് AG, ട്രഷറർ അനീഷ് AS, രക്ഷാധികാരി സത്യദേവൻ AK എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി പട്ടികജാതി ക്ഷേമസമിതി വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുതലിൻ്റെ ഒരു ദശാബ്ദം കരുത്തിൻ്റെ ഇടതുപക്ഷം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് നടുവിൽക്കര ജവാൻ ഉന്നതിയിൽ കുടുംബയോഗം സംഘടിപ്പിച്ചു. PK സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. PR സുശീൽ അധ്യക്ഷനായി. BA ഷാജുദ്ദീൻ,
IN സുധീഷ്, KK അനിൽകുമാർ, TN ഉദയകുമാർ, MS സുജിത്, KC സുധ, ഷൈജ ഉദയകുമാർ, V മുരളീധരൻ, ഷീല സോമൻ, AR വാസു എന്നിവർ സംസാരിച്ചു. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൈനിക നടപടിക്കെതിരെ CPI വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ജ്വാലയും നടത്തി. VR മനോജ് ഉദ്ഘാടനം ചെയ്തു. അഷ്റഫ് അലിയകത്ത് അധ്യക്ഷത വഹിച്ചു. അനിത് കുമാർ ആന്തുംപറമ്പിൽ, CB സുനിൽകുമാർ, അനിൽകുമാർ MV, സജീഷ് വാലപ്പറമ്പിൽ, TK ദാസൻ, ബിന്ദു ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ചിലങ്ക ബീച്ച് ആലുങ്ങൽ ചണ്ഡികേശ്വരി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച രാവിലെ ഗണപതി ഹവനം, വിശേഷാൽ പൂജകൾ, വിഷ്ണുമായിക്കളം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, തുടർന്ന് ദേവിക്കളം എന്നിവ നടത്തി. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ നട തുറക്കൽ, ദീപക്കാഴ്ച, കലശപൂജ, ചീവേലി എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് 4 മണിക്ക് എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം അത്താഴപൂജ, നിറമാല, ചുറ്റുവിളക്ക്, പൂമൂടൽ കർമ്മം, വർണ്ണമഴ. രാത്രി 7 മണിക്ക് വ്യാസാദ് നഗറിൽ നിന്നും ബ്രദേഴ്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഘോഷയാത്ര, തുടർന്ന് ഹനുമാൻ സ്വാമിക്ക് പൂജ, അത്താഴപൂജ, ദേവാനന്ദവാദ്യങ്ങൾ എന്നിവ നടത്തി. രാത്രി 9:45 താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, മഹാഗുരുതി, തുടർന്ന് മംഗളപൂജയും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് AC പ്രേമാനന്ദൻ, സെക്രട്ടറി AK വാസുദേവൻ, ട്രഷറർ AD അനിൽകുമാർ, രക്ഷാധികാരി AA പാർത്ഥൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വാടാനപ്പള്ളിയിലെ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം ഫെബ്രുവരി 16 തിങ്കളാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഉറപ്പായ സമ്മാനങ്ങൾ. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 100,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഉദ്ഘാടനത്തിന് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്ര. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കഴിമ്പ്രം വാഴപ്പുള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി. ക്ഷേത്രം മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധനേഷ് ശാന്തി, പുരുഷോത്തമൻ ശാന്തി എന്നിവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിദ്യാർത്ഥികൾ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ VU, BR രാധാകൃഷ്ണൻ, BK ഹരിദാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പൂജയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പൂജിച്ച പേന, ചരട്, സാരസ്വതാരിഷ്ടം എന്നിവ പ്രസാദമായി നൽകി. തുടർന്ന് തൃപ്പയാർ ശ്രീരഞ്ജിനി കലാക്ഷേത്രത്തിന്റെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു. സർവജ്ഞത്വം പ്രസീദ മേ, രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദ മേ, രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛ മേ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. സർവജ്ഞത്വം പ്രസീദ മേ, രമാരമണ വിശേഷ. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ശിവനാരായണ ഗുരുദേവ. ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ശിവഗിരി മഠം താന്ത്രികാചാര്യൻ ശിവനാരായണ തീർത്ഥ സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആശ്രമ സെക്രട്ടറി
ദിവ്യാനന്ദഗിരി സ്വാമികൾ, ക്ഷേത്രം മേൽശാന്തി സുവർണകുമാർ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ബിജു പാണ്ടാരിക്കൽ, കൺവീനർ ഷൈജു സായിറാം എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 8 ഞായറാഴ്ചയാണ് ഉത്സവം. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 38 കോടി 2 ലക്ഷം രൂപ വരവും 33 കോടി 99 ലക്ഷം രൂപ ചെലവും 4 കോടി 3 ലക്ഷം രൂപ മെച്ചവും വരുന്ന ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അവതരിപ്പിച്ചു. പാർപ്പിട മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ബജറ്റിൽ പട്ടികജാതി ക്ഷേമം, കാർഷിക ഉൽപാദന മേഖല, വനിതാ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജ സംരക്ഷണം, ഭിന്നശേഷി ക്ഷേമം, വയോജന ക്ഷേമം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണനയും നൽകിയിട്ടുണ്ട്. എല്ലാ വാർഡുകളിൽ മിനി MCF സ്ഥാപിക്കൽ, വാടാനപ്പള്ളി ബീച്ച് വികസനത്തിന്റെ ഭാഗമായി ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കൽ, വാടാനപ്പള്ളി ബസ് ബേ ഉടൻ പൂർത്തിയാക്കൽ, മുഴുവൻ അംഗനവാടികളിലും ചായം മോഡൽ ആക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CB സുനിൽകുമാർ, MS സുജിത്ത്, റെജീന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PK സുധർമ്മൻ, KS ധനീഷ്, ലതിക വത്സൻ, നിലേഷ് ജിത്ത്, ഷാലി സുധീർ, ശ്രുതി അജിത്ത്, PR സുഷിൽ, ശ്രീജ സുജിത്ത്, ഷാജു പണിക്കവീട്ടിൽ, V മുരളീധരൻ, ഷീന സുബ്രഹ്മണ്യൻ, ഷൈജ ഉദയകുമാർ, ഷെറീന ഷഹീർ, നൌഫൽ വലിയകത്ത്, ഷെഫീന ഷെബീർ അലി എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ബജറ്റ് വിശദീകരണം സെക്രട്ടറി IP പീതാംബരൻ നിർവഹിച്ചു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വാർഷികം തൃപ്പയർ കിഴക്കേനട സരയൂ പാർക്കിൽ ആഘോഷിച്ചു. ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായ വിതരണം, താന്യം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആശാവർക്കർമാരെ ആദരിക്കൽ, കവിയരങ്ങ് എന്നിവ നടത്തി. കാനടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതി സ്വാമി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കൂടും ശ്രേഷ്ഠന്മാരാണെന്നുള്ളതാണ് ഒരു ചാണക്യൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പൊതുപ്രവർത്തകന്മാരും അവരുടെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്നവരുടെ ആ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ഉള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നവനും അതുപോലെ തന്നെ വിശന്ന് വരുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നവരും അങ്ങനെ പല രീതിയിലും നമ്മൾ ജനങ്ങളെ സഹായിക്കുന്നവർക്ക് അതിൻ്റേതായൊരു പുണ്യം കിട്ടും, ഈശ്വരൻ്റെ പുണ്യം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നടത്തുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ആശാവർക്കർമാരെ ആദരിച്ചു. റിട്ടയർഡ് സാമൂഹ്യനീതി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീദേവി കരുണാകരൻ ഡയാലിസിസ് രോഗികൾക്കുള്ള സഹായം വിതരണം നടത്തി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD കരസ്ഥമാക്കിയ പ്രവിത സുബീഷ് സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കലോത്സവത്തിൽ മൃദംഗത്തിലും ഗാനമേളയിലും A ഗ്രേഡും ചെണ്ടമേളത്തിൽ B ഗ്രേഡും നേടിയ ദേവർഷ് KMനെയും മികച്ച പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന താന്യം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് യൂണിറ്റിനെയും ചടങ്ങിൽ ആദരിച്ചു. രക്ഷാധികാരി MB സജീവൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കവിയരങ്ങ് കവിയും ഗാനരചയിതാവുമായ സുരേന്ദ്രനാഥ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. കവി K ദിനേശ് രാജ അധ്യക്ഷത വഹിച്ചു. കവികളായ അരുൺ ഗാന്ധിഗ്രാം, നോമി കൃഷ്ണ, റോബർട്ട് പുള്ള്, ചാന്ദിനി തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. എടത്തിരുത്തിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. എടത്തിരുത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന സമ്മേളനം മൗനയോഗി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് അധ്യക്ഷനായി. കവിയും പ്രഭാഷകനുമായ സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം മുഖ്യ പ്രഭാഷണം നടത്തി. മുഖ്യ സംയോജക് ജ്യോതിബാസ് തേവർക്കാട്ടിൽ, സരിത ജോഷി, P വാണിദേവി, ഷൈന ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആഴം ഇത്ര സെന്റിമീറ്ററാണ് എന്ന് അളക്കാൻ കഴിയുന്ന രീതിയിൽ സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചു നിൽക്കുന്നു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ വേദനയെ തൊട്ട് അറിയാൻ നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പറയുന്നത്. ലോകത്തെ സമസ്ത മനുഷ്യരാശിയും ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവർക്കൊക്കെ ആശ്രയമാകുന്ന, അവർക്കൊക്കെ അഭയം തേടാവുന്ന
ഒരേ ഒരു ജീവിത ദർശനമേ ഈ ലോകത്തുണ്ടായിട്ടുള്ളൂ, ഈ ലോകത്തുള്ളൂ, ഈ ലോകത്ത് നിലനിൽക്കുകയുള്ളൂ. ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം ഹോസ്പീസിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ആൽഫ ഹോസ്പീസ് വാൾ ഓഫ് ഹോപ്പ് ബ്രിക്സ് സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ ഡോക്യുമെൻ്ററി പ്രദർശനത്തിന് ശേഷം ആൽഫ ഹോസ്പീസിനെ കുറിച്ച് ചെയർമാൻ KM നൂറുദ്ദീൻ വിശദീകരണം നൽകി. ആഷിസ് കെയർ ഹോമിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം നടത്തിയ നോമ്പുതുറയിൽ ആൽഫ ഫൗണ്ടർ ഡയറക്ടർ ഡോക്ടർ KK മോഹൻദാസ്, മണപ്പുറം ഫിനാൻസ് ഡയറക്ടർ സുഷമ നന്ദകുമാർ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, ദിലീപ് കുമാർ നാസർ, പള്ളിയിൽ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിയുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇന്ന് 9 ജില്ലകളിലായി 14 ജില്ലകളിൽ 9 ജില്ലകളിലായി ഒരു സമയത്ത് കഴിഞ്ഞ ഡിസംബർ 31 സ്ഥിരീകരണ കണക്കനുസരിച്ച് അന്നത്തെ ദിവസം 13,176 ആളുകൾ നമ്മുടെ പരിചയത്തിൽ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സ്ഥിതി മാറും, ചില ആളുകൾ മരിച്ചു പോകും, ചില ആളുകൾ പുതിയ രജിസ്ട്രേഷൻ വരും. ഇത് ലോക റെക്കോർഡാക്കാൻ സാധിച്ചത് അന്ന് തുടങ്ങി വെച്ച ഈ പദ്ധതി കൊണ്ടാണ്. മോഹൻദാസ് കൂടി ചേർന്നുകൊണ്ട് അന്ന് തുടങ്ങി വെച്ച പദ്ധതി ഇത് ലോക റെക്കോർഡാണ്. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ പഠനോത്സവവും ഗ്രേസ് കിഡ്സ് കുട്ടികളുടെ ഗ്രാജുവേഷൻ ഡേയും നടന്നു. വലപ്പാട് AU അമ്പിളി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ട് പരിപാടികളാണ് ഈ വിദ്യാലയത്തിൽ അരങ്ങേറുന്നത്. നമ്മുടെ PG കുട്ടികൾ അവരുടെ കോൺവെക്കേഷൻ സെറിമണി, ഒപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളുടെയും അവരുടെ പഠന മികവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരു പഠനോത്സവം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, പൊതുവിദ്യാലയങ്ങളിലെല്ലാം തന്നെ പഠനം വളരെ ഒരു ഉത്സവമായിട്ടാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജൂൺ 1 പ്രവേശനോത്സവത്തോടു കൂടി ആരംഭിച്ച് അത് ഫെബ്രുവരി മാസത്തിൽ മാർച്ചിലായിട്ട് അതിന്റെ പഠനോത്സവത്തിലാണ് പഠന പ്രവർത്തനങ്ങൾ അവസാനിക്കാറുള്ളത്. അതിനിടയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള നിരവധി അവസരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയുമ്പോൾ വിവിധ മേളകൾ, ശാസ്ത്രോത്സവങ്ങൾ, കായികോത്സവങ്ങൾ, അതുപോലെ യുവജനോത്സവങ്ങൾ, കലോത്സവങ്ങൾ എല്ലാം തന്നെ വളരെ ഗംഭീരമായി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നിരവധി അവസരങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ്. PTA പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറിൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രേസ് കിഡ്സ് പ്രധാനാധ്യാപിക നെയ്സി ഷാജി, സ്കൂൾ പ്രധാനാധ്യാപിക CJ ജെന്നി, CJ ജിഷി, വാർഡ് മെമ്പർ സജിനി മുരളി, KG അധ്യാപിക ജസ്ന എന്നിവർ സംസാരിച്ചു. 1 മുതൽ 7 വരെയുള്ള കുട്ടികൾ വിവിധ ഭാഷകളിൽ വൈവിധ്യമാർന്ന പഠന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ഗ്രേസ് കിഡ്സ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള സംസ്ഥാന സ്കൂൾ ചെസ് ടൂർണമെന്റിൽ എടമുട്ടം SNS സമാജം വിദ്യാമന്ദിർ ഓവറോൾ ചാമ്പ്യന്മാരായി. അടാട്ട് ഭാരതീയ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ടൂർണമെന്റ് മുൻ പോലീസ് DYSP KK രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PV സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. വിവിധ ജില്ലകളിലെ 48 സ്കൂളുകളിൽ നിന്നായി 230ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ KV മനോജ്, എഡ്യൂഫിറ്റ് അക്കാദമി ഡയറക്ടറും ലോക ഫെഡറേറ്റഡ് ചെസ് താരവുമായ KM ഹരി, എഡ്യൂഫിറ്റ് അക്കാദമി പ്രൊപ്പറേറ്റർ CS സൗമ്യ, വൈസ് പ്രിൻസിപ്പൽമാരായ രശ്മി മേനോൻ, T മിനി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി MS ആര്യ, ശുഭ സുഭാഷ്, V രഞ്ജു, സൈന പൂജ എന്നിവർ സംസാരിച്ചു. വിജയികൾക്കുള്ള സമ്മാന വിതരണം
BVP ഫിനാൻസ് ട്രസ്റ്റി KP ജോസ് നിർവഹിച്ചു. മണലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ നിർവഹിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിലാസിനി വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK കൃഷ്ണൻ, പ്രധാനാധ്യാപിക ജോസി EL, PTA പ്രസിഡന്റ് സിവിത മനേഷ്, മദർ PTA പ്രസിഡന്റ് ഹൃദ്യ ഷെലിൻ, മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക TC റോസ് മുണ്ടശ്ശേരി, മണലൂർ കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ബീന എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ K ഉമാദേവി പദ്ധതി വിശദീകരണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ അക്ഷര രാജീവ്, ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷെലിൻ, വർണ്ണക്കൂടാരം ശില്പി സുമേഷ് PS എന്നിവരെ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനങ്ങളും എൻഡോമെന്റുകളും വിതരണം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളുടെ മാനസികോല്ലാസത്തിനും അവരുടെ ഉന്നമനത്തിനും വളർച്ചയ്ക്കും വേണ്ടി വിദ്യാലയത്തിൻ്റെ കീഴിൽ BPCയുടെ BRCയുടെ കീഴിൽ ഇത്തരം പദ്ധതികൾ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ LDF ഗവൺമെൻറ് 10 വർഷത്തോളമായി നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങളുടെ ഒരു മാറ്റുകൂട്ടുന്ന ഒരു വികസന മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരം പദ്ധതികൾ കൊണ്ടുവന്നത്. നമ്മുടെ കുഞ്ഞുമക്കളുടെ ആരോഗ്യത്തിനും ഉല്ലാസത്തിനും വേണ്ടി അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അതിലേക്ക് ഒരു കാര്യം നിങ്ങൾക്ക് അതിലേക്കുള്ള കാര്യം, നമ്മുടെ ഒരു അംഗൻവാടിയിലെ കുട്ടിക്ക് ബിർയാണി വേണം, ബിർനാണി വേണം എന്ന് നമ്മുടെ മന്ത്രി മാമനെ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ മന്ത്രി മാമൻ എന്ത് ചെയ്തു? ആ ഒരു കുട്ടിയുടെ ആവശ്യം നമ്മുടെ മൊത്തം അംഗൻവാടികളുടെ ആവശ്യമായി പരിഗണിച്ചുകൊണ്ട് എല്ലാ അംഗൻവാടികളിലും മാസം ഒരു ദിവസം ബിരിയാണി കൊടുക്കണം എന്ന് ഉത്തരവിട്ടു. നമ്മുടെ കുട്ടികളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്ന നല്ലൊരു ഗവൺമെന്റ് നമുക്ക് ഉണ്ട്. മണലൂർ പഞ്ചായത്തിലെ യുവതി യുവാക്കൾക്കിടയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കിടയിലും തരംഗം സൃഷ്ടിക്കുകയാണ് യുവം എന്ന യുവതി യുവാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മ. 2024 ചാത്തൻകുളങ്ങര എന്ന ചെറിയ ഗ്രാമത്തിലെ കുറച്ച് യുവാക്കളുടെ മനസ്സിലുദിച്ച ആശയമാണ് ഇന്ന് ആയിരക്കണക്കിന് യുവതി യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിയ ഇന്നത്തെ യുവം പിറവിയെടുത്തത്. പുതിയ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ യുവം പ്രോഗ്രാമുകൾ ഇന്ന് ലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഉള്ളത്. യുവത്തിന് പ്രത്യേക ചട്ടക്കൂടുകളോ കമ്മിറ്റിയോ ഇല്ല. യുവത്തിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കുന്ന കേരള വിഷൻ ഷാജുവിനെ കഴിഞ്ഞ ദിവസം നടന്ന യുവം പ്രോഗ്രാമിൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു.
വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്കായി സംഘടിപ്പിച്ച നീന്തൽ പരിശീലനം ആരംഭിച്ചു. പയ്യന്നൂർ മണപ്പുറം സ്വിമ്മിംഗ് അക്കാദമിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വർഷത്തെ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 100 കുട്ടികൾക്കാണ് വിദഗ്ധ പരിശീലനം നൽകുന്നത്. കുട്ടികളിൽ കായികക്ഷമതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജലാശയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ സ്വയം രക്ഷിക്കാനുള്ള നൈപുണ്യം നേടിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D. ദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷജിത് PS, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജിഷ സജീഷ്, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ ഇന്ദു P എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യം. തളിക്കുളത്തെ ആദ്യത്തെ മിക്സഡ് മാർഷൽ ആർട്സ് പരിശീലന കേന്ദ്രമായ ഫുഡോഷിൻ MMA തുടക്കം കുറിച്ചു. തളിക്കുളം പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിലാണ് ഫുഡോഷിൻ MMA പ്രവർത്തനം ആരംഭിച്ചത്. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു സെൽഫ് ഡിഫൻസ് എല്ലാവരും നേടുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടികളെ പെൺകുട്ടികളാണ്. അപ്പം ഇങ്ങനൊരു പുതിയ സംരംഭം തുടങ്ങിയ മാഷ് വേറെ സംരംഭങ്ങളുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇവിടെ ധാരാളം കുട്ടികൾ വന്ന് ചേർന്ന് ഇത് പഠിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും സുഹൃത്താണല്ലേ. അപ്പം ഈ മേഖലയിൽ എല്ലാവരും നല്ല ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായിട്ട് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് സന്തോഷത്തോടെ എല്ലാവരും പോവുക. പിന്നെ ഇത്തരം ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി അതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമുള്ളൊരു സന്ദർഭത്തിലൂടെ തന്നെയാണ് നിങ്ങളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. സെൽഫ് ഡിഫൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇങ്ങനെയുള്ള ഒരു പ്രതിരോധ കല അല്ലേ എന്ന് തന്നെയാണ് എനിക്ക് പറയാം. കായിക രംഗത്ത് യുവജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സ്വയം രക്ഷയും ശാരീരിക ആരോഗ്യവും ഉറപ്പാക്കുന്നതിൽ മാർഷൽ ആർട്സിൻ്റെ പ്രാധാന്യവും അവർ ചൂണ്ടിക്കാട്ടി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം EVS സ്മിത്ത് അധ്യക്ഷത വഹിച്ചു. കായിക പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് നിർണായകമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തളിക്കുളം ഷോട്ടോ കിഡ്സ് കരാട്ടെ ക്ലബ് ഫൗണ്ടറും പരിശീലകനുമായ സെൻസായ് ഷക്കീർ, KA ഹാൻഡ്നോക്സ് ഫൈറ്റേഴ്സ് അക്കാദമി ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് മുഹമ്മദ് ഷാബിൻ, റസ്ലൻ വില്ലിൻ കരാട്ടെ സെൻറ്റർ സെൻസായ് CM വിൽസൺ എന്നിവർ സംസാരിച്ചു. ഫുഡോഷിൻ കരാട്ടെ അസോസിയേഷൻ ചീഫ് ഇൻസ്ട്രക്ടർ ആൻഡ് എക്സാമിനർ റെൻഷി അനുവടക്കൻ ശാരീരിക ക്ഷമതയും ആത്മവിശ്വാസവും വളർത്തുന്നതിൽ മിക്സഡ് മാർഷൽ ആർട്സ് പരിശീലനത്തിൻ്റെ പങ്കിനെക്കുറിച്ച് വിശദീകരിച്ചു. എൻ്റെ പേര് അനുവടക്കൻ. ഇന്നിവിടെ തളിക്കുളത്ത് നമ്മുടെ 12ാമത്തെ ബ്രാഞ്ച്, അതായത് മിക്സഡ് മാർഷൽ ആർട്സിൻ്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. നമ്മളിവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 മാർഷൽ ആർട്ടുകളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. കരാട്ടെ, ബോക്സിങ്, കിക്ക് ബോക്സിങ്, വുഷു, MMA. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിക്കുന്നു. സ്വദേശത്തും വിദേശത്തും ഒരുപാട് ശിഷ്യഗണങ്ങളെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചാമ്പ്യൻഷിപ്പുകളാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. വ്യത്യസ്തമായ ഗെയിമുകളിലെല്ലാം നമുക്ക് നല്ല അച്ചീവ്മെൻറ്റ്, ഒരുപാട് നാഷണൽ ചാമ്പ്യന്മാരെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. MMA കേരളയുടെ അഫിലിയേഷനോടെയാണ് ഫുഡോഷിൻ MMA പ്രവർത്തനം ആരംഭിക്കുന്നത്. കേന്ദ്രത്തിൽ ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, വുഷു, കരാട്ടെ, MMA എന്നീ 5 വ്യത്യസ്ത സ്റ്റൈലുകളിൽ പരിശീലനം നൽകും. റൺഷി അനുവടക്കനാണ് പ്രധാന പരിശീലകനും എക്സാമിനറും. കൂടാതെ യോഗ, സുംബ, ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയ ക്ലാസുകളും ഉണ്ടായിരിക്കും. ഉദ്ഘാടന ദിനത്തിൽ അഡ്മിഷൻ സൗജന്യമായി നൽകിയതായി സംഘാടകർ അറിയിച്ചു. യുവജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനകരമായ പരിശീലന സൗകര്യങ്ങളാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. തളിക്കുളത്ത് ആദ്യമായി ആരംഭിക്കുന്ന ഈ MMA സെൻറ്റർ പ്രദേശത്തെ കായികരംഗത്ത് പുതിയ ഉണർവ് സൃഷ്ടിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.
മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ചേന്നാട്ട് വിജയൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സഹോദരൻ രാജേന്ദ്രൻ, സഹോദരി പത്മിനി. സംസ്കാര കർമ്മം ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാറേമക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദ തൈലങ്ങളുടെ പേരിൽ ലഹരി കച്ചവടം നടത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. താന്യം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്ര മൈതാനത്ത് നടത്തി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.